വേടൻ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്താണ് അതിൽ വലിയ കാര്യമെന്നല്ലേ? വേടന്റെ രാഷ്ട്രീയ ഒളിച്ചുകടത്തലിന്റെ പുകമറ നീക്കം ചെയ്യുക കൂടിയാണ് ഈ കല്യാണ പ്രഖ്യാപനത്തോടെ. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയാണ് വേടന്റെ കല്യാണക്കാര്യം പൊതുവേദി പ്രഖ്യാപിക്കുന്നത്. ഇതോടുകൂടി CPM-ഉം വേടനുമായുള്ള ഗാഢബന്ധത്തിന്റെ രഹസ്യവും അണിയറ നീക്കങ്ങളും പുറം ലോകം സംസാര വിഷയമാകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ദ്രൻസ് എന്ന മഹാനായ നടനെ ഹോം എന്ന സിനിമയിൽ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് പുരസ്കാരത്തിൽ നിന്നും മാറ്റി നിർത്താനുണ്ടായ കാരണവും അന്ന് വലിയ വാർത്തയായി. നിർമ്മാതാവിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളുടെ പേരിൽ ചിത്രത്തിലെ മികച്ച പ്രകടനങ്ങൾക്ക് ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും വന്ന സംസ്ഥാന പുരസ്കാരം നിഷേധിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ ഒരംഗം തെറ്റ് ചെയ്താൽ മറ്റെല്ലാവരെയും ശിക്ഷിക്കണോ എന്ന ചോദ്യം അന്ന് ഇന്ദ്രൻസ് ഉന്നയിച്ചിരുന്നു. അന്ന് പുരസ്കാരം ലഭിക്കാത്തതിൽ ഹോം സംവിധായകൻ റോജിൻ തോമസും നടി മഞ്ജു പിള്ളയും നിരാശ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് പലരും അതിനെ ന്യായീകരിച്ചിരുന്നു. അതായത് ലൈംഗിക ആരോപണ വിധേയനായ ഒരാൾ നിർമ്മിച്ച ചിത്രത്തെ പരിഗണിക്കാത്ത സർക്കാർ നടപടി അംഗീകരിച്ച് കൈയടിച്ചവർ 2025 അവാർഡ് പ്രഖ്യാപനം കണ്ട് അമ്പരന്നിട്ടുണ്ടാവും. ലൈംഗിക അതിക്രമണ കേസിൽ അറസ്റ്റിലായ, കൂടാതെ ഡ്രഗ്സ് ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായ വേടന് അവാർഡ് നൽകി സ്വീകരിച്ചിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ഇവിടെയാണ് വേടന്റെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമാവുന്നത്. BJPയെ എതിർത്തതുകൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങളിൽ നിരന്തരം കേസുകൾ വന്ന് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരാളെ വെള്ളപൂശാൻ സാധിക്കുമോ? BJPയെ എതിർത്താൽ എന്ത് തെറ്റും കണ്ണടച്ചു പോകാം എന്നാണോ നമ്മൾ ധരിക്കുന്നത്? BJP എന്ന പാർട്ടിയുടെ ആശയം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആപത്താവുന്നത് കൊണ്ടാണ് നമ്മൾ BJPയെ എതിർക്കുന്നതെന്ന ഓർമ്മ വേണം. കള്ളും കഞ്ചാവും പെണ്ണും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാക്കാൻ സ്വന്തം ജീവിതത്തിലൂടെ യുവതലമുറയ്ക്ക് പ്രചോദനമാവുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന വേടൻ ചെയ്യുന്നതും ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം കുത്തിനിറച്ച് തമ്മിലടിപ്പിച്ച് മനുഷ്യരെ രണ്ട് തട്ടിലാക്കുന്ന BJP ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം എന്താണ്? എത്രയോ മഹാരഥന്മാർ പിറന്ന മണ്ണാണിത്. എത്രയോ സമര നായകന്മാർ പിറന്ന മണ്ണാണിത്. അവരൊക്കെ നമുക്ക് വേണ്ടി ശബ്ദിച്ചപ്പോൾ നാം അവർക്ക് പിറകിൽ അണിനിരന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ അടിയുറച്ചുകൊണ്ട്, അവർ പുലർത്തുന്ന ആദർശത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ്. അല്ലാതെ വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്ന തരത്തിലേക്ക് പോകുന്നവർക്ക് കുടപിടിക്കാൻ ചിന്താശേഷി നഷ്ടപ്പെട്ടവർക്ക് സാധിക്കൂ. രാഷ്ട്രീയക്കാർക്ക് വേടന വേണം. അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തിന്മയ്ക്കെതിരെ പോരാടുന്ന, വംശീയക്കെതിരെ പോരാടുന്ന വേടനെ നമുക്ക് വേണം. യുവതലമുറയെ വഴിതെറ്റിക്കാൻ പോകുന്ന പ്രവൃത്തികളിൽ നിരന്തരം ആരോപണ വിധേയനാവുന്ന വേടനെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് വേടന്റെ രാഷ്ട്രീയത്തെ, അതായത് CPM-ഉമായുള്ള വേടന്റെ ബന്ധത്തെ പലരും വലിയ രീതിയിൽ വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ് വേടനും CPM-ഉം തമ്മിൽ ഇത്രയധികം ബന്ധമുണ്ടായതെന്ന് വരും കാലങ്ങളിൽ തെളിയുന്നതാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം.